നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവിൽ രേവതിക്ക് ഭയങ്കര വിഷമായി. കാരണം ശ്രുതി വന്നു പറഞ്ഞിട്ട് പോയ ഓരോ കാര്യങ്ങളൊക്കെ തനിക്കിപ്പോ കഷ്ടകാല സമയമാണ്, അങ്ങനെ എന്തേലും ആയിരിക്കോ എന്നൊക്കെ ഇങ്ങനെ രേവതി മനസ്സിൽ വിചാരിച്ചു. അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് സച്ചി വന്നിട്ട് പറഞ്ഞു, എന്തിനാ രേവതി നീ വിഷമിക്കണേ? നീ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ശ്രുതിയുടെ കാര്യം അറിയാലോ, ചുമ്മാ തള്ളി മറിക്കണതാ. അതിനകത്തൊന്നും നീ വിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഈ പറയുന്ന ശ്രുതി അമ്മയ്ക്ക് ഫേവർ ആയിട്ടല്ലേ എപ്പോഴും പറയാറുള്ളൂ. അമ്മയ്ക്ക് നല്ല കാലമാണ് പോലും, നിനക്ക് ചീത്ത കാലമാണ്. അത് സച്ചേട്ടാ, എനിക്ക് അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഓ എന്റെ ദൈവമേ, ഇങ്ങനെ സംഭവിച്ചെന്നോർത്തോണ്ട് എപ്പോഴും ചീത്തക്കാലം തന്നെ ആയിരിക്കുമോ? അതൊക്കെ അങ്ങനെ സംഭവിച്ചെന്നിരിക്കും. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, വന്ന് കിടക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് രേവതിയെ വിളിച്ചോണ്ട് കിടക്കാനായിട്ട് അങ്ങോട്ട് പോയി. രേവതിക്ക് പക്ഷെ ഭയങ്കര ടെൻഷനായിരുന്നു. തനിക്കിനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ശ്രുതി ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന് പറഞ്ഞ കാര്യമാണ്. രേവതിക്ക് കഷ്ടകാല സമയമാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ. പക്ഷെ ശ്രുതി മനസ്സിൽ വേറെ പലതും പറഞ്ഞ കാര്യമാണ്. ശ്രുതി നിസ്സാര കാര്യമൊന്നുമല്ല ആന്റണിയിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നേ. ശരത്തിന്റെ ഒരു വീഡിയോ അത് സച്ചിയുടെ ഫോണിനകത്തുണ്ട്. അപ്പൊ അത് എടുത്തു കൊടുത്തേക്കാന്ന് പറഞ്ഞിരിക്കുക. എന്ത് വില കൊടുത്തു അത് എടുത്തു കൊടുക്കണം. അങ്ങനെ വന്നാലോ നവീന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. സച്ചി വെറുതെ അല്ല അവന്റെ കൈ ഒടിച്ചു വിട്ട. ഈ കള്ളത്തരങ്ങളൊക്കെ അവന്റെ അറിയാവുന്നതുകൊണ്ടാ. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. ആ വീഡിയോ ലീക്ക് ആവുന്നതോട് കൂടിയിട്ട് ഉറപ്പായിട്ടും സച്ചിയുടെ രേവതിയുടെ അടുപ്പ് തെറിക്കും. അവർക്കൊട്ടൊരു പണി കിട്ടുക തന്നെ ചെയ്യും. ആ ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. രാത്രിയില് വർഷയും ശ്രീകാന്തും കിടന്ന് ഉറങ്ങുവാണ്. അങ്ങനെ നല്ല ഉറക്കത്തിന്റെ സമയത്താണ് ശ്രീകാന്തിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. അപ്പോഴേക്കും വർഷ വെച്ചിട്ട്, എന്താടാ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? നീ അലാറം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത് അലാറം അല്ല, കോളാന്ന് പറഞ്ഞു. കോളോ? ഈ സമയത്ത് ആരടാ? നോക്കിക്കഴിഞ്ഞപ്പോ നീതുമാടം വിളിക്കുന്നേ. അവർക്കെന്താ ഉറക്കമൊന്നുമില്ലേ? എന്താ അവർ ഈ സമയത്ത് വിളിക്കണേന്ന് ചോദിച്ചു. അങ്ങനെ ശ്രീകാന്ത് കോളെടുത്തു. ഹലോ പറയൂ മാടെന്ന് പറയണേ. അതെ, എന്നെ മാടെന്നൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രീകാന്ത്, എന്നെ നീതുന്ന് വിളിച്ചാൽ മതി. പറഞ്ഞിതു, എന്താ വിളിച്ചേ? അതെ, എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു പുതിയ റെസിപ്പി വന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ വിളിച്ച. ഇപ്പോഴീ സമയത്തോ? അതെ. ബുദ്ധിമുട്ടായോ ശ്രീകാന്തിന്? കാരണം അതെന്റെ മനസ്സിൽ വരുന്ന സമയത്ത് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ അത് മറന്നുപോകും. അപ്പൊ ഓർത്ത സമയത്ത് തന്നെ സംസാരിക്കാന്ന് കരുതി. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, ഇല്ല, നീ ഇത് പറഞ്ഞു, കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴേക്കും വർഷ പറഞ്ഞു, എന്റെ ഉറക്കം കെടുത്താനായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കാതെ ഏറ്റു പോടാന്ന് പറഞ്ഞോണ്ട് ഒരടി കൊടുക്കുവാണ് ശ്രീകാന്തിനായിട്ട്. ശ്രീകാന്ത് പെട്ടെന്ന് ഫോണുമായിട്ട് പുറത്തേക്ക് വന്നു. പിന്നീട് നീതുവിനോട് പറഞ്ഞു നീതു, അതെ, എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. നമുക്ക് കുറച്ച് ഡിഷസ് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒരു പുതിയ വിഭവം ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, അങ്ങനെ ഒരു ഇന്ത്യൻ ഫ്രഞ്ച് വിഭവത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കണം. അത് കേട്ടപ്പം ഒന്ന് ആലോചിച്ചു ശ്രീകാന്ത്. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, അതെനിക്ക് അത്യാവശ്യമൊക്കെ ഉണ്ടാക്കാൻ അറിയാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അതെ, നിന്റെ മനസ്സിലുള്ള ഐഡിയ പറയാൻ ശ്രീകാന്തിനോട് പറഞ്ഞു. അപ്പൊ ശ്രീകാന്ത് കാര്യങ്ങൾ പറയണം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനകത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ കൂടുതലായിട്ട് ചേർക്കണം. അതിന്റെ കൂട്ടും കാര്യങ്ങളും പറഞ്ഞു. അപ്പോഴേക്കും നീതു പറഞ്ഞു, നമുക്കതൊന്നും വെറൈറ്റി ആയിട്ട് മാറ്റി പിടിച്ചാലോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോഴാണ് സച്ചി ഇത് കേൾക്കണേ. സച്ചി പെട്ടെന്ന് പറഞ്ഞു, എന്താടാ രാത്രി മനുഷ്യ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? രേവതി ഇപ്പൊ കിടന്നൊന്ന് മയങ്ങിയതേ ഉള്ളൂ, അവൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നു തലയ്ക്ക്, ഒച്ച ഉണ്ടാക്കുന്നത് പോടാന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്തിന് വഴക്ക് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ട് മാറിപ്പോയി. അപ്പോഴാണ് സുധി വെള്ളം എടുക്കാനായിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നേ. ശ്രീകാന്തിനെ കണ്ടാൽ പറഞ്ഞു, എടാ എനിക്ക് ഇത്ര വെള്ളം എടുത്തു തരാൻ പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അത് ഞാൻ ഫോണിനകത്താ സുധിയേട്ടാ എന്ന് പറയണു. അവന്റെ ഒരു ഫോണ്, ഈ സമയത്ത് ആരുടെ നിന്നെ ഫോൺ വിളിക്കണേന്ന് ചോദിച്ചു. പെട്ടെന്ന് ശ്രീകാന്ത് ഫോൺ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. പറന്ന് ഇതു എന്നൊക്കെ പറഞ്ഞിട്ട്, പെണ്ണാണല്ലോ വിളിക്കണേ എന്നൊക്കെ ഇങ്ങനെ സുധി പറഞ്ഞു. ആ സമയത്ത് സച്ചി ചോദിച്ചു, എടാ നിനക്ക് ഇത്തിരി വെള്ളം എടുത്തോണ്ട് പോയി കുടിച്ചാൽ എന്താ? അതിന് ഒരാളുടെ സഹായം വേണോ? ഒരിത്തിരി വെള്ളം പോലും അവൻ എടുക്കാൻ മാടിയ എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ടു. ഈ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് പോയി ഫോൺ ചെയ്യണം, അവിടെ പോയി മാറി എന്നിട്ട്. അങ്ങനെ കുറെ സമയം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നീതു പറഞ്ഞു, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ വിഭവം എന്താണ് ഹിറ്റ് ആവുമെന്ന് പറയണേ, ഈ റെസിപ്പി വെച്ച് നമുക്കൊരു കലക്ക് കലക്കാന്ന് പറഞ്ഞു. ഒടുവിൽ ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ ഇത് പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ പുതിയതായിട്ട് ഹോട്ടലിന്റെ ഇൻചാർജൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന നീതുവാണ്. അപ്പൊ നീതുവാണ് ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ നടത്താൻ പോകുന്നത്. പോരാത്തതിന് ലണ്ടനിൽ പോയി പഠിച്ചിട്ട് വന്നല്ലേ, അവർക്ക് നിറയെ ഐഡിയാസും കാര്യങ്ങളൊക്കെ മനസ്സിൽ കാണും. അപ്പൊ അത് അവന് ശ്രീകാന്തുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. പുതിയ റെസിപ്പി ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ആൾക്കാർ അതിൽ ഇൻട്രസ്റ്റ് ആവും, അവരൊന്ന് കഴിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ സംസാരിച്ച്
ഒടുവിൽ ശ്രീകാന്ത് പറഞ്ഞു ശരി നാളെ കാണാം ഗുഡ് നൈറ്റ് ഒക്കെ പറയാണ്. അപ്പോഴേക്കും വർഷം അങ്ങോട്ട് വന്നു. കോള് കട്ടായിട്ടുണ്ടായിരുന്നു. വർഷ വന്നിട്ടിച്ചു അല്ല നീ ഇത്ര സമയം അവളുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നോ? അതെ നീയല്ലേ പറഞ്ഞ മുറിന്ന് ഇറങ്ങി പോയിക്കോളാൻ. എടാ നീ ഇറങ്ങി പോയപ്പോ തന്നെ എന്റെ ഉറക്കം പോയി എന്ന് പറഞ്ഞോണ്ട് ഇത്ര സമയം സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അതെ ഞങ്ങളൊരു പുതിയ റെസിപ്പിയെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. എന്ത് റെസിപ്പി ആണേലും എനിക്ക് കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നാളെ മുതൽ നീ റെസ്റ്റോറൻറ്റുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ വിളിക്കും, സംസാരിക്കും. ആ സമയത്ത് നീ എന്നോട് ഇതുപോലെ തന്നെ സംസാരിച്ചോണം. എങ്ങനെ? ഇത്ര സമയം. അത് പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റ് ജോലി ആയിരിക്കില്ലേ? പിന്നെ അവള് വിളിച്ചു കഴിഞ്ഞപ്പോ നിനക്ക് ഇത്ര മണിക്കൂറുകളോട് സംസാരിക്കാലോ. അപ്പൊ സ്വന്തം ഭാര്യ വിളിച്ചാൽ നിനക്ക് സംസാരിച്ചുകൂടെ? മര്യാദയ്ക്ക് എന്നോട് സംസാരിച്ചോണം, അല്ലെങ്കിലല്ലേ എന്റെ പിതം പറഞ്ഞ് വന്ന് കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി കിടക്കുവാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ രേവതി പതിവ് പോലെ തന്നെ അടുക്കളയിൽ കയറി ജോലികളൊക്കെ ചെയ്യണം. അപ്പോഴേക്കുമാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്നിട്ട് എന്താ രേവതി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിലെ പാത്രമൊക്കെ അങ്ങോട്ട് പിടിച്ചു മേടിച്ച് അടുക്കളയിലേക്ക് വെക്കുവാണ്. അല്ല നിന്നോട് ആരാ അടുക്കള കയറി രാവിലെ ജോലി ചെയ്യാൻ പറഞ്ഞേ? സച്ചേട്ടാ ജോലിയൊക്കെ കഴിഞ്ഞു. എന്റെ രേവതി നിനക്ക് വയ്യാത്ത സമയല്ലേ? നിനക്ക് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും പോയി കിടന്നാ പോരെ? ഈ വയ്യാത്ത തലയും വെച്ചോണ്ട് ഈ അടുക്കളയിൽ വന്ന് കിടന്ന് കുത്തിമറിയേണ്ട വല്ല കാര്യമുണ്ടോ? രേവതി പറഞ്ഞു എനിക്കിപ്പോ വേദനയൊന്നും ഇല്ല സച്ചേട്ടാ. മെഡിസിൻ കഴിച്ചു കഴിഞ്ഞപ്പോ ആ വേദനയൊക്കെ അങ്ങോട്ട് പോയി. നീ ഇതൊക്കെ പറയുമെന്ന് എനിക്കറിയാം. അതെ സച്ചേട്ടാ ഈ ജോലികളൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് പൂ കൊണ്ടേ കൊടുക്കാൻ പോവാൻ. പൂ കൊണ്ടേ കൊടുക്കാനോ? നീ ഇതെന്താ രേവതി പറയണേ? ഇനിയിപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ പൂ കെട്ടിക്കൊണ്ടേ കൊടുക്കുമ്പോ എന്താവും നിന്റെ സ്ഥിതി? അതിനെ പൂവൊക്കെ ഓൾറെഡി കെട്ടിവെച്ചിരിക്കുവാന്ന് പറഞ്ഞു. കെട്ടിവെച്ചോക്കോന്നോ? അതൊക്കെ എപ്പം? ഞാൻ 4 മണിക്ക് എഴുന്നേറ്റെല്ലാം കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. സച്ചേട്ടൻ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നോക്കി പോലും ഇല്ലോന്ന് പറഞ്ഞു. ഓ അപ്പൊ നീ എഴുന്നേറ്റ് പൂ കെട്ടുന്നുണ്ടോന്ന് നോക്കുക അല്ലേ? അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേന്ന് ചോദിച്ചു. ഞാൻ രാത്രിയിൽ വണ്ടി ഓടിക്കാൻ പോണ സമയത്ത് നീ ഇവിടെ കിടന്ന് ഉറങ്ങുമല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു ആര് പറഞ്ഞു? സച്ചേട്ടൻ പോയിട്ടുണ്ട്, എനിക്ക് ടെൻഷനായിരിക്കും. ഞാനാണ് എത്രമാത്രം പ്രാർത്ഥിക്കുന്നറിയാം സച്ചേട്ടന് വേണ്ടിയിട്ട് ഒരാപത്തൊന്നും വരുത്തില്ലേന്ന്. എനിക്ക് അത്ര ടെൻഷനായിരിക്കും. എനിക്ക് അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ സച്ചേട്ടാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. സച്ചി രേവതിയെ ചേർത്ത് പിടിച്ചു. പിന്നീട് പറഞ്ഞു എനിക്കറിയാലോ നിന്റെ സ്നേഹം എത്രമാത്രമാണ്. പക്ഷെ നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ പൂ കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് സങ്കടമാവില്ലേ? നിനക്ക് വയ്യാതിരിക്കുന്ന സമയമല്ലേ? അപ്പോഴേക്കും രേവതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. സംസാരിക്കാൻ പറഞ്ഞെടുത്ത്. അപ്പം രേവതിനെ അറിയുന്ന ഒരു ചേച്ചിയായിരുന്നു. ഒരു 8-10 മുഴം പൂ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞ് വിളിച്ച ഇതേ സച്ചേട്ടാ ഇപ്പം തന്നെ കോള് വന്നു തുടങ്ങി. നമ്മൾ ഇത് കൊണ്ട് ചെന്നില്ലെങ്കിലേ നമ്മുടെ ഓർഡർ പോവും. അറിയാലോ സ്ഥിരം എടുക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് നമ്മൾ കൊണ്ടേ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിലേ 10-100 രൂപ വെറുതെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പം തന്നെ വന്ന് കണ്ടില്ലേ ഒരു എക്സ്ട്രാ ഓർഡർ വന്ന് കണ്ടോ? അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിന്റെ കൂടെ ഞാനും വരാം. ഞാൻ ഡ്രൈവ് ചെയ്തോളാം, ഞാൻ സ്കൂട്ടി ഓടിച്ചോളാം, എങ്ങനെയുണ്ട്? അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷ അങ്ങോട്ട് വന്നു. വർഷ വന്നിട്ട് പറഞ്ഞു രേവതി ചേച്ചി എനിക്കുള്ള സ്കാപ്പി എന്ന് പറയണം. അതെന്താ നിനക്ക് കയ്യിൽ ഇട്ട് കുടിക്കാൻ മേലേന്ന് ചോദിച്ചു. രേവതി ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പൂ കൊണ്ടേ കൊടുക്കാൻ പോകാനായിട്ട്. ചേച്ചി ഇന്ന് ജോലിക്ക് പോകുന്നുണ്ടോ ഈ വയ്യാതിരിക്കണ സമയത്ത്? അങ്ങനെ ചോദിക്ക് വർഷേ. ഞാൻ പറഞ്ഞ അവളോട് പോവണ്ടെന്ന്. അവള് കേൾക്കണില്ല. ഇത് കേട്ടപ്പോൾ വർഷ പറഞ്ഞു ഇതിന്റെ ആവശ്യമുണ്ടോ ചേച്ചി? അതേ വർഷേ നമ്മൾ വെറുതെ വീട്ടിൽ കയറിന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെ കൊണ്ട് പറ്റുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സച്ചി പറഞ്ഞു ഞാൻ എന്താണെങ്കിലും ഇവളെ കൊണ്ട് പോകാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. ഇവളുടെ കൂടെ ഞാനും പോവുക. അങ്ങനെ വേണം. ഭർത്താക്കന്മാരാണെങ്കിൽ ഇങ്ങനെ വേണം. ഭാര്യമാരോട് സ്നേഹം വേണം എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു കേട്ടോ വർഷ പറഞ്ഞേ, കേട്ട് പഠിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ദേവദൂരൻ സച്ചേട്ടൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. സച്ചേട്ടൻ്റെ വരുമാനം ഇല്ലാതാവൂലേ? അതിൻ്റെ കാര്യം ചെയ്യാം, നീ എനിക്ക് വണ്ടി ഓടിക്കാനുള്ള പൈസ തന്നാൽ മതി. സ്കൂട്ടി ഓടിക്കുന്നതിന് കണ്ടോ സച്ചേട്ടൻ പറഞ്ഞ കേട്ടോ ഇങ്ങനെയാന്ന് പറയണം. അപ്പോഴേക്കും വർഷ ചിരിച്ചു. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങോട്ടേക്ക് പോയി. പിന്നീട് രേവതി സച്ചിയും കൂടെ പൂ കൊടുക്കാൻ പോവാണ്. അങ്ങനെ സച്ചയാണ് സ്കൂട്ടി ഓടിക്കണേ. ഈ സമയത്ത് സച്ചി പറഞ്ഞു ഞാൻ വന്നില്ല നീ എന്ത് ചെയ്യും? നിനക്ക് ഹെൽമെറ്റ് വെക്കാൻ പോലും പറ്റില്ലല്ലോ, തലേ കെട്ടുള്ളതുകൊണ്ട് മുറിവുള്ളതുകൊണ്ട് അതൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ആ സമയം രേവതി പറഞ്ഞു ഞാൻ കാരണം സച്ചേട്ടന് ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്? അതെ നിനക്കൊരു ആവശ്യം വരുമ്പോൾ ഞാൻ വേണ്ട ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാനായിട്ട്. അതുപോലെ എനിക്കൊരു ആപത്ത് വന്നിയുമ്പോൾ നീ എൻ്റെ കൂടെ നിൽക്കില്ലേ? നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ രേവതിക്ക് സമാധാനമായി. അങ്ങനെ അവരും കൂടി പോയി. ഈ സമയത്ത് ശരത്ത് എന്ത് ചെയ്യുക? ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരത്തിന്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അങ്ങനെ അവര് അസൈൻമെന്റ് എഴുതുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. എനിക്ക് കുറെ അസൈൻമെന്റ് എഴുതാനുണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നൊക്കെ ശരത്ത് പറഞ്ഞു. അപ്പോഴാണ് ആ വഴി ആന്റണിയുടെ ഫ്രണ്ട്സും കൂടെ വരുന്നത്. അപ്പൊ ആന്റണിയുടെ കൂട്ടുകാരൻ പറഞ്ഞു ദെങ്ങ് നോക്ക്, ദേ നിൽക്കുന്ന ആരാന്ന് നോക്കി കേട്ടാന്ന് പറയണം. ശരത്താന്ന് പറയണം. അവനിപ്പം വന്ന് ഇതേ പെട്ടിക്കട കയറി ചായ കുടിക്കാറായില്ലേ? പൈസ ഉണ്ടായിരുന്ന സമയത്ത് ബാറിൽ പോയി ബീറ് കുടിച്ചോണ്ടിരുന്നവനാ. ഇപ്പൊ കണ്ടില്ലേ നിൽക്കുന്ന ഇപ്പ് കണ്ടോ? നമുക്ക് പോവാൻ ചേട്ടാന്ന് പറയണേ. അതെ ഒരു കാര്യം ചെയ്യാം, നീ
അവൻ കുടിച്ച ചായക്ക് കൊണ്ട് പൈസ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ ചോദിച്ചു, അതെന്തിനാ ആന്റണി ചേട്ടാ അങ്ങനെ ചെയ്യുന്നേ? അവൻ നമ്മളെ കണ്ണെടുത്താ കാണത്തില്ലല്ലോ, ചേട്ടനോട് ദേഷ്യമല്ലേ? അങ്ങനെയാണ് പിന്നെ നമ്മൾ അവൻ കുടിച്ച ചായക്ക് പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ? കൊടുക്കണം, നീ കൊണ്ടേ കൊടുക്ക്. ദേ ഇതും കൊടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ നമ്മളെ ചീത്ത പറയുമെന്ന് പറഞ്ഞു. ഒന്നുമില്ല, നീ ചെല്ല്, എന്താ സംഭവിക്കുന്ന അറിയാലോ. അങ്ങനെ അവൻ അങ്ങോട്ട് ചെന്നു. ശരത്ത് കുടിച്ച ചായക്ക് പൈസ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ശരത്ത് ചോദിച്ചു, നീ എന്തിനാടാ എന്റെ ചായയുടെ പൈസ കൊടുക്കുന്നേ? ആ പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം, എനിക്കറിയാൻ കൊടുക്കാനെന്ന് പറഞ്ഞു. അല്ല ഞാൻ കൊടുക്കാം, വേണ്ടെന്നല്ലേ പറഞ്ഞേ. പിന്നീട് ആ ചേട്ടനോട് എത്രയാന്ന് വെച്ചിട്ട് പൈസ കൊടുക്കണം. ശരത്തിന്റെ കൂട്ടുകാരൻ്റെയും പൈസ കൊടുത്തു. ബൈക്കിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനും അവൻ പറഞ്ഞു, അതെ ആ വണ്ടിക്കകത്ത് ആന്റണി ചേട്ടൻ ഇരിപ്പണെന്ന് പറയണം. അയാൾ ഇരിപ്പണം, ഞാൻ എന്ത് ചെയ്യണം? അയാളെ പോയി തൊഴണോ? അല്ല ഒന്നുമല്ലെങ്കിൽ ഇത്രയും കാലം ഒരുമിച്ച് ജോലി ചെയ്തല്ലേ, ഒന്നും മിണ്ടാതെ പോയിക്കോ അവിടുന്ന്. ഇനി അയാളുടെ പേര് പോലെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വന്നേക്കല്ലോ. ഓ അപ്പൊ അയാളായിരിക്കും ഈ പൈസ തന്നു വിട്ടല്ലേ എന്റെ ചായയുടെ പൈസ കൊടുക്കാനായിട്ട്. ഇനി എന്റെ ചായയുടെ പൈസയും കൊടുത്തോണ്ട് അയാൾ വരണ്ട, എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അറിയാം. എന്റെ പിന്നാലെ ഇങ്ങനെ നിങ്ങൾ വരേണ്ട കാര്യമില്ല, പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറെ ദേഷ്യപ്പെട്ടിട്ട് ശരത്ത് അങ്ങോട്ട് പോയി. ശരിക്കും ആന്റണി നാണം കെട്ടുപോയി. ആന്റണി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.